കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ബജറ്റിനെതിരെ പ്രതിഷേധം. ജനവിരുദ്ധ ബജറ്റാണെന്ന് ആരോപിച്ച് ബിജെപി അംഗങ്ങൾ ബജറ്റ് കീറി പ്രതിഷേധിച്ചു. ബജറ്റ് ചർച്ചയിൽ നിന്ന് LDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ഹരിജനങ്ങളെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അതിന് പണം ചെലവാക്കാതിരിക്കുകയും ചെയ്യുക എന്ന അഭിപ്രായം പറയുന്ന ഹരിജൻ പ്രതിനിധിയെ പോലും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചതുകൊണ്ട് ഞങ്ങൾ ബജറ്റിൽ നിന്ന് വിട്ട് ഇറങ്ങി പോയിരിക്കുകയാണ്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീലതാ ശശി അവതരിപ്പിച്ച ബജറ്റിനെതിരെ വ്യാപക പ്രതിഷേധം. BJP അംഗങ്ങൾ ബജറ്റ് കീറി പ്രതിഷേധിച്ചു. ബജറ്റ് ജനവിരുദ്ധ ബജറ്റാണെന്നാരോപിച്ചാണ് BJP അംഗങ്ങൾ ബജറ്റ് കീറി പ്രതിഷേധിച്ചത്. കൂട്ടുത്തരവാദിത്വമില്ലാതെ തട്ടിക്കൂട്ടി ഒപ്പിച്ച ബജറ്റാണെന്നും സാധാരണക്കാരെയും പാവങ്ങളെയും സഹായിക്കാൻ യാതൊരു പദ്ധതിയും ബജറ്റിലില്ലെന്നും BJP ആരോപിച്ചു. യുവാക്കൾക്കും വനിതകൾക്കും കർഷകർക്കും പട്ടികജാതിക്കാർക്കും വികലാംഗർക്കും ഒരു പദ്ധതി പോലും ബജറ്റിലില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ബജറ്റ് കീറുന്നതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ഇതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ബജറ്റ് ബഹിഷ്കരിക്കുകയാണ്. BJP പാർലമെന്ററി പാർട്ടി ലീഡർ പാറയിൽ രാധാകൃഷ്ണൻ, അംഗങ്ങളായ മഠത്തിൽ ബിജു, ശരത് കുമാർ പാട്ടത്തിൽ, ശ്രീലതാ ജ്യോതികുമാർ എന്നിവരാണ് ബജറ്റ് കീറി പ്രതിഷേധിച്ചത്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 2025-26 വർഷത്തെ ബഡ്ജറ്റാണ് ഇന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചത്. കൂട്ടുത്തരവാദിത്വമില്ലാത്ത ജനവിരുദ്ധമായ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പാവപ്പെട്ടവനെയോ സാധാരണക്കാരനെയോ സഹായിക്കാൻ യാതൊരു പദ്ധതിയും പരിപാടിയും ഇല്ലാത്ത ഒരു ബഡ്ജറ്റ്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും ജനവിരുദ്ധമായ ബഡ്ജറ്റ് അവതരിപ്പിച്ച എന്ന് വേണം ഒരു ബഡ്ജറ്റ് കാലയളവ് അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്ന് വേണം പറയാൻ. വൈസ് പ്രസിഡന്റ് പോലും ബഡ്ജറ്റ് കാണുന്നില്ല, പ്രസിഡന്റ് പോലും ബഡ്ജറ്റ് കാണുന്നില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ പരിഗണിക്കാത്ത ബജറ്റാണെന്ന് ആരോപിച്ച് LDF ബജറ്റ് ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഒരു ജനാധിപത്യ പ്രസ്ഥാനവും ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം എന്ന തരത്തിൽ ഞങ്ങൾ ബഡ്ജറ്റ് ബുക്ക് വലിച്ചു കീറി എറിഞ്ഞില്ല. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷക്കാലമായി ഏതാണ്ട് 2.5 കോടി രൂപയോളം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിലുള്ളത് നഷ്ടപ്പെടുത്തിയവരാണ്. പ്രസിഡന്റുമാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന പണം നഷ്ടപ്പെടുത്തുക എന്ന രീതിയാണ് ഇവരെ തുടങ്ങിയത്. അതാണ് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം എന്ന് പ്രസംഗിച്ചപ്പോൾ സ്വാഭാവികമായും കാർഷിക മേഖലയായിട്ടുള്ള കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് മതിയായ പ്രാതിനിധ്യമില്ല, ഒരു പ്രവൃത്തിയില്ല. BJPയും ഇടതുപക്ഷവും ചേർന്ന UDFന്റെ വികസനങ്ങളിൽ വിരളി പൂണ്ടാണ് ബജറ്റിനെ എതിർത്തതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടൂരേത്ത പറഞ്ഞു. ഇത്രയും കൂടുതൽ പ്രവർത്തനം നടത്തിയ ഒരു പഞ്ചായത്ത് ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ നമ്മൾ സമീപ പഞ്ചായത്തുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിൽ നിന്നും ഭൂരഹിത ഭവനരഹിതരുടെ ലിസ്റ്റിൽ നിന്നും 32 പേർക്കാണ് നമുക്ക് ഭൂമി നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ അടുത്ത പഞ്ചായത്തായ ജൈവളങ്ങരയിൽ 4 പേർക്കും, ഭരണിക്കാവിൽ ആർക്കും കൊടുത്തിട്ടില്ല, കണ്ടല്ലൂരിൽ ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കൃഷ്ണപുരം ഈ ഇപ്പോഴത്തെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിൽ. മറ്റ് സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ എല്ലാ മേഖലയിലും ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.